എന്നാൽ ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുനരധിവസിപ്പിക്കുന്നതിന് വിമുഖത പ്രകടിപ്പിച്ച ആഫ്രിക്കൻ രാജ്യങ്ങൾ നിർദ്ദേശം സ്വീകാര്യമല്ലെന്ന് സുഡാൻ വ്യക്തമാക്കി. നിർദ്ദേശം നിരാകരിക്കുമെന്ന് സൊമാലിയൻ വിദേശകാര്യമന്ത്രി അഹമ്മദ് മൊആലി ഫിഖിയും പറഞ്ഞു. ആയിഷത്തുൽ ഷംന ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ആയിഷ, കൂടുതൽ പ്രതിസന്ധികൾ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഉണ്ടാവുകയാണ്. ഈ വിവാദങ്ങൾ, പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആര്യ, നേരത്തെ തന്നെ ഈ ഗാസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫലസ്തീനികളെ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കും. ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്ന വാർത്തകൾ, റിപ്പോർട്ടുകൾ അറബ് രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കും എന്നതായിരുന്നു. പിന്നീട് അത് അങ്ങനെയല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്, സുഡാനിലേക്കും സൊമാലിയയിലേക്കും ഫലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കും. അതിനുശേഷം ഗാസയുടെ പുനർനിർമ്മാണം സാധ്യമാക്കുമെന്നതായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് ഗാസ ഒരു വിനോദസഞ്ചാര കേന്ദ്രം ആക്കും, അത്തരത്തിലുള്ള വാർത്തകളടക്കം പുറത്തു വന്നു. എന്നാൽ ഇപ്പോൾ ഈ ഫലസ്തീനികളെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സുഡാനും സൊമാലിയയുമായൊക്കെ അത്തരമൊരു ചർച്ചകൾ നടന്നിട്ടില്ല. പദ്ധതികളെക്കുറിച്ച് ഇസ്രായേലും യു എസിന്റെയും ഇസ്രായേലിന്റെയും അധികൃതർ സുഡാനിലെയും അതുപോലെ സൊമാലിയയിലെയും ഒക്കെ അധികൃതരുമായി ഇക്കാര്യം സംസാരിച്ചു, പദ്ധതി മുന്നോട്ട് വെച്ചു എന്നതായിരുന്നു അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്ത വാർത്ത. എന്നാൽ അങ്ങനെയല്ല, അങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് ഇപ്പോൾ സൊമാലിയ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ അങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചാൽ അത് അംഗീകരിക്കില്ല, ഒരു കാരണവശാലും അത്തരമൊരു പദ്ധതിയെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുകൂടി ഇപ്പോൾ സൊമാലിയ വ്യക്തമാക്കുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങൾ തള്ളിയതായി നേരത്തെ സുഡാൻ വ്യക്തമാക്കി. സുഡാൻ ഈ നിർദ്ദേശങ്ങൾ തള്ളി എന്ന തരത്തിലും AP വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ആ പദ്ധതി പോലും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് സൊമാലിയ പുറത്തു വിടുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ ഗാസയുടെ പുനരധിവാസം, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടത്തിൽ അത് ഏറെ ആശങ്കകൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അതെന്തായാലും സാധ്യമാകാതെ നീണ്ടുപോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വന്തം മണ്ണ് വിട്ട് ഒരു കാരണവശാലും എങ്ങോട്ടും മാറിപ്പോകില്ല എന്നിപ്പോൾ ഫലസ്തീൻ സംഘടനകൾ കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലൊക്കെ ഇനി ഗാസയുടെ പുനർനിർമ്മാണം എങ്ങനെ എന്നത് വലിയ ചോദ്യമാണ്. ഒപ്പം തന്നെ ഈ ഫലസ്തീനുകാരുടെ ഇപ്പോഴത്തെ ഒരു ആശങ്ക, ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു വേളയിൽ കൂടി ഗാസയ്ക്കുമേൽ അല്ലെങ്കിൽ ഫലസ്തീനികൾക്ക് മേൽ വലിയ രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ട് ഇസ്രായേൽ എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗാസയിലേക്കുള്ള ഭക്ഷണ ട്രക്കുകൾ ഉൾപ്പെടെ ഇസ്രായേൽ റഫേലും മറ്റും അതിർത്തികളിലായി തടഞ്ഞിട്ടിരിക്കുകയാണ്. ഗാസയിലേക്ക് ഭക്ഷണ സാധനങ്ങളൊന്നും കയറ്റിവിടാൻ സമ്മതിക്കുന്നില്ല, ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഏറെ ആശങ്കകൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഒപ്പം തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ആര്യ, തീർച്ചയായും ആയിഷത്തുൽ ഷംനയാണ് വിശദാംശങ്ങൾ നൽകിയത്.